ഹായ് സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മളിന്ന് മലപ്പുറം സ്പെഷ്യലായ ഒരു തേങ്ങാച്ചോറാണ് കേട്ടോ ഒന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറേ ദിവസമായി നമ്മൾ തേങ്ങാച്ചോറിന് പുതിയായിട്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഞായറാഴ്ച മക്കളും മാപ്പിളയും ഒക്കെ വീട്ടിലുണ്ട്. അപ്പോൾ നമുക്കിന്ന് സ്പെഷ്യലായിട്ട് തേങ്ങാച്ചോറും ചിക്കൻ കറിയും കേട്ടോ. അപ്പോൾ ബീഫ് കറിയാണ് തേങ്ങാച്ചോർക്ക് കോമ്പിനേഷൻ. പക്ഷെ ഞാനിന്ന് മക്കൾക്കൊന്നും ബീഫ് വലിയൊരു ഇതില്ല കേട്ടോ, ഇഷ്ടമല്ല. അപ്പോൾ ചിക്കൻ വാങ്ങിയതാണ്. അപ്പോൾ ഇതാ നമ്മൾ തേങ്ങാച്ചോർക്ക് വേണ്ട സംഭവം എന്ന് വെച്ചാൽ ഉലുവ, ഉള്ളി, ചെറിയ ഉള്ളി, പിന്നെ അതുപോലെ തേങ്ങ കേട്ടോ. അതൊക്കെ ഒന്നിച്ചിട്ട് അരിയും എല്ലാതും കൂടെ ഒന്നിച്ചിങ്ങനെ ഇട്ടിട്ട് കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് കൈ കൊണ്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് പാകത്തിനുള്ള വെള്ളം വെച്ചിട്ട് അങ്ങോട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ സിമ്പിളാണ് കേട്ടോ നമ്മളെ തേങ്ങാച്ചോറ്. ആദ്യമൊന്നും എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ തേങ്ങാച്ചോറ് വെക്കാൻ. ഇവിടെ വന്നിട്ട് പഠിച്ചതാണ് കേട്ടോ. പിന്നെ അപ്പോൾ അതാ കുറച്ച് അരിയൊക്കെ എടുത്ത് സെറ്റാക്കി വെച്ചിട്ട് ഇനി നമുക്ക് പാകത്തെ വെള്ളം കൊണ്ടുവച്ചു കേട്ടോ. അപ്പോൾ ഈ തേങ്ങാച്ചോറിൻ്റെ വെള്ളത്തിൻ്റെ അളവ് എങ്ങനെ അറിയാമെന്ന് വെച്ചാൽ നമ്മൾ കയ്യിൻ്റെ ഒരു പിന്നെ ഈ വിരലുകളുടെ കൈപ്പത്തി വരെയുള്ള വരെ കേട്ടോ ഈ തേങ്ങാച്ചോറിന് അളവ് നോക്കുന്നത്. അപ്പോൾ ഇപ്പോൾ അളവ് കമ്മിയാണ് കേട്ടോ. അപ്പോൾ ഇനി കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഞാനിതാ കുറച്ചും കൂടി വെള്ളമൊക്കെ ഒഴിച്ചെടുത്തിട്ട് അളവ് ഇനി നോക്കി നോക്കാം കേട്ടോ. അപ്പം ആ കയ്യിൻ്റെ എത്ര അരിയാണെങ്കിലും ഇനി വെള്ളം കൂടുതലാണ്, നമ്മൾ അരി കൂടുന്നതിനനുസരിച്ച് വെള്ളം കൂടുതൽ. അപ്പോൾ അരിൻ്റെ മേലെ നമ്മൾ ഈ വിരലിൻ്റെ ഈ ഭാഗം കണ്ടില്ലേ അതുവരെ നിൽക്കണം കേട്ടോ. നമ്മൾ ഈ വിരലിൻ്റെ തലപ്പ് അരിയിൽ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് മുട്ടി നിൽക്കണം. അതാണ് കേട്ടോ ഈ തേങ്ങാച്ചോറിൻ്റെ അളവ്. അപ്പോൾ അതാ എല്ലാവരും അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ട്രിക്ക് പഠിച്ചോളൂ കേട്ടോ. അപ്പോൾ അതാ ഇതും വരെയാണ് നമ്മൾ തേങ്ങാച്ചോറ് വെക്കാനുള്ള അളവ് ട്രിക്ക് കേട്ടോ. അത് കറക്റ്റ് ആവും കേട്ടോ. നിങ്ങൾ ഇനി ആരാണെങ്കിലും ശരി ഉണ്ടാക്കുമ്പോൾ അതൊന്ന് ചെയ്ത് നോക്കുന്നുണ്ടോ. അപ്പോൾ എന്തായാലും ഇതാ നമ്മൾ അരിയും എല്ലാതും സെറ്റാക്കി. ഇനി നമ്മൾ കുറേ കാലത്തിന് ശേഷം അടുപ്പ് കത്തിക്കണം കേട്ടോ. ഇന്ന് തേങ്ങാച്ചോറാകുമ്പോൾ അടുപ്പത്ത് വെക്കണം, അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ അതാ കുറച്ച് ചകിരിയും ചിരട്ടയും വിറകൊക്കെ ഇട്ട് കുറച്ച് മണ്ണെണ്ണയും വെച്ചെടുത്താണ് കേട്ടോ. അപ്പോൾ എളുപ്പം കത്തി പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മണ്ണെണ്ണ വെച്ചെടുത്തിട്ട് നല്ലോണം ഒന്ന് ഇതാ കത്തിച്ചെടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഇതാ കുടുക്ക വെച്ചെടുത്തിട്ട് അപ്പോൾ അത് തീയൊക്കെ ഇങ്ങോട്ട് തന്നെ പോരുകയാണ് കേട്ടോ. കുറേ സമയം എന്തായാലും റിസ്ക് എടുത്തു കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ കുറേ കാലം കത്തിക്കാതെ ഇങ്ങനെ കിടക്കണം. അടുപ്പുകളൊക്കെ കത്തി കിട്ടണമെങ്കിൽ നല്ല പണിയാണ് കേട്ടോ. അപ്പോൾ തീയൊക്കെ നല്ലോണം ആളി കത്തുന്നുണ്ട്. ആ മണ്ണെണ്ണ ഒഴിച്ചതിൻ്റെ ഊക്കിലാണ് കേട്ടോ ആ തീ കത്തണത് തന്നെ. അപ്പോൾ അത് പുകയുന്നുണ്ട്. പിന്നെ കുറേ ഊതിയിട്ടും പോയിച്ചിട്ട് അങ്ങനെ സംഭവം സെറ്റായി കിട്ടിയിട്ടോ. തീയൊക്കെ നല്ലോണം ഒന്ന് കത്തി നമ്മളെ ചോറൊക്കെ അടിപൊളിയായി തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ തീ കത്തൽ തുടങ്ങിയിട്ടോ. മണ്ണെണ്ണ ഒഴിച്ച കത്തൽ നിന്നിപ്പോൾ വിറകൊക്കെ പിടിച്ച് നല്ല സൂപ്പറായിട്ട് തന്നെ അതാ നമ്മൾ അടുപ്പൊക്കെ അങ്ങോട്ട് കത്തി കിട്ടിയിട്ടോ. അടുപ്പിൽ കത്തിച്ചാൽ നല്ല സുഖമാട്ടോ. പാചകം ചെയ്താലതും നല്ലതാണ് അടുപ്പത്ത്. പക്ഷേ നമുക്ക് കത്തിക്കാനുള്ളൊരു പ്രയാസം ഒരു അടുപ്പ് തന്നെ ഉള്ളൂ കേട്ടോ ഇവിടെ. പിന്നെ ഇതൊരു അടുക്കളയൊക്കെ പൊളിച്ച് മാറ്റി ഇവിടെ ആകെ ഒരു അടുപ്പാക്കിയതാട്ടോ. നമ്മളെ വീടല്ല, വാടക വീടാണ് കേട്ടോ. അപ്പം നമുക്ക് നമ്മളെ ഇഷ്ടത്തിന് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഉള്ളതുകൊണ്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകണ്ടേ. അപ്പോൾ എന്തായാലും ഇതാ നമ്മളെ ചോറൊക്കെ അത് കണ്ടില്ലേ നല്ല വെന്ത് കറക്റ്റ് ആയിരിക്കണം കേട്ടോ. അപ്പോൾ വെള്ളം വെച്ചതും നമ്മളെ അളവും ഒക്കെ നല്ല കറക്റ്റ് തന്നെ ആയി വന്നിട്ടുണ്ട്. വെള്ളം കമ്മിയുമില്ല കൂടുതലും ആയിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു അളവ് എല്ലാവരും പഠിച്ചു വെച്ചോളൂ കേട്ടോ. ഇത് കറക്റ്റ് തേങ്ങാച്ചോറ് വെക്കാനുള്ള അളവ് ഇതാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇനിയിപ്പോൾ ഞാൻ അടുപ്പ് കത്തിക്കണമൊന്നുമില്ല കേട്ടോ. നല്ല തീ ഉണ്ടല്ലോ. അപ്പോൾ അതിലങ്ങനെ ആവിക്കങ്ങനെ ചോറ് വെന്തോ കേട്ടോ. ഇപ്പോൾ തന്നെ അത്യാവശ്യം വെന്ത് കഴിഞ്ഞിരിക്കണം കേട്ടോ. വെന്തിക്കണു. എന്നാലും ഒന്ന് ഉള്ളരി കുറച്ചും കൂടി ഒന്ന് ആയാൽ തണുത്ത് അരി നമ്മൾ ചോറ് തണുക്കുമല്ലോ. അപ്പോൾ ആ തണുക്കുന്ന സമയത്ത് ഒരു ബലം വെക്കും. അപ്പോൾ ചിലപ്പോൾ വേകാത്ത പോലെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നല്ലോണം വെന്ത് അങ്ങനെ അടുപ്പത്ത് തന്നെ ഞാൻ വെക്കണം, ഇറക്കി വെക്കണമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ചിക്കനൊക്കെ കഴുകി എടുത്തേക്കണ കുറച്ച് ഉള്ളിയും പച്ചമുളക് അരിഞ്ഞിക്കണം, ഇഞ്ചിയും വെളുത്തുള്ളി ഒക്കെ അങ്ങോട്ട് സെറ്റാക്കി വെച്ചിരിക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരും കരുതും തേങ്ങാച്ചോറും ബീഫും ആണല്ലോ മലപ്പുറം സ്പെഷ്യൽ പറഞ്ഞാൽ തേങ്ങാച്ചോറും ബീഫും കേട്ടോ. പക്ഷെ നമ്മൾ
ഞാൻ പറഞ്ഞല്ലോ ബീഫ് കുട്ടികൾക്ക് പറഞ്ഞാൽ നല്ലോണം ഇങ്ങനെ വെള്ളമില്ലാതെ വെക്കുന്നത് ഇഷ്ടം കേട്ടോ. പക്ഷേ നമ്മൾ ചോർക്ക് കുറച്ച് കറി വേണ്ടേ. അപ്പോൾ ചിക്കനാകുമ്പോൾ നമുക്ക് കുറച്ച് കറി നീട്ടി വെച്ചാലും ചിക്കൻ കറി രസമാണ്, മണം രുചിയൊക്കെ നല്ല രസമാണല്ലോ. അപ്പോൾ അതാ കുറച്ച് ഒരു 3-4 തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ. തക്കാളി ചെറിയ തക്കാളി ആയതുകൊണ്ട് ഞാനൊരു 3-4 എണ്ണമൊക്കെ എടുത്തിക്കണം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ചിക്കൻ കറി കൊണ്ട് ഉണ്ടാക്കാം. അതാ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ച് വെച്ചിരിക്കണം. അതൊന്ന് ഇനിയിപ്പോൾ ചിക്കൻ കറി വെക്കണത് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണണല്ലോ, ഞാൻ കാട്ടണില്ല കേട്ടോ. ഞാൻ കുറേ പ്രാവശ്യം അങ്ങനെ വെച്ച് കാണിച്ചതല്ലേ. അപ്പോൾ എപ്പോഴും ഇങ്ങനെ നിങ്ങൾ കരുതി എപ്പോഴും ഇതന്നെ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ എന്നൊക്കെ ചോദിക്കൂല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫുള്ളൊന്നും കാട്ടണില്ല. അപ്പോൾ നമ്മുടെ പാത്രമൊക്കെ നല്ല ചൂടായി, എണ്ണയൊക്കെ ചൂടായിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ച പച്ചമുളകും ഉള്ളിയും കറിവേപ്പിലയും ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയിട്ട് തക്കാളിയും പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ കുറച്ച് നല്ല വെള്ളത്തോട് കൊടുക്കണം കേട്ടോ ഈ കറി, അപ്പോഴേ രസം ഉണ്ടാവുള്ളൂ കേട്ടോ. തേങ്ങാ ചേർക്ക് ഇങ്ങനെ ലൂസ് കറി കേട്ടോ രസം. നമ്മൾ തിക്കായിട്ട് ഉണ്ടാക്കുമ്പോൾ ഗ്രേവി പോലെ ആക്കുമ്പോൾ അതൊക്കെ നെയ്ച്ചോർക്കൊക്കെ ആണെങ്കിൽ രസമാണ്. പക്ഷേ തേങ്ങാച്ചോർക്ക് കുറച്ച് കറി ലൂസിൽ. അപ്പോൾ ഇടയ്ക്ക് അവിടെ ഇങ്ങനെ വെള്ളം ജീരകവെള്ളം ഇട്ട് അത് കലക്കി വെച്ചത്, അപ്പോൾ അതങ്ങനെ എടുത്ത് കുടിക്കണുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ. അപ്പോൾ എന്തായാലും എന്താ നമ്മളെ കറിയൊക്കെ നല്ല സെറ്റായിട്ട് നല്ല അടിപൊളി കറിയായിട്ട് തന്നെ കേട്ടോ. നല്ല എരിവും ഉപ്പും ഒക്കെ ഉള്ള കറി തന്നെയാണ്, മണമുണ്ട്. പിന്നെ ഇത്രയും ലൂസിലാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതാ ഈ പപ്പടം കൂടെ പൊരിച്ചെടുക്കാനുണ്ട് കേട്ടോ. തേങ്ങാച്ചോർക്ക് പപ്പടം മസ്റ്റല്ലേ. അപ്പോൾ എന്തായാലും ഇതാ നമ്മുടെ പപ്പടം ചിക്കൻ കറിയും അടിപൊളി ചോറും റെഡിയായി. ഇനി നമ്മൾ ചോറൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെ കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്കും സബും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഓക്കെ ബായ്, വീണ്ടും നാളെ കാണാം.